വാർത്തയിലേക്ക് അല്ലേ. മോഷണക്കുറ്റം ചുമത്തി ദളിത് യുവതിയെ പോലീസ് പീഡിപ്പിച്ച കേസിൽ പരാതിക്കാരി ഓമന ഡാനിയലിനെതിരെ ബിന്ദു. വ്യാജ പരാതിക്കെതിരെ കേസെടുക്കണമെന്നും ബിന്ദു ആവശ്യപ്പെട്ടു. സ്വർണ്ണമാല ആരെടുത്തെന്ന് പോലീസ് അന്വേഷിക്കണം. മാല എങ്ങനെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നും അന്വേഷിക്കണം. ഓമന ഡാനിയലിന്റെ മകളെ സംശയമുണ്ടെന്നും ബിന്ദു പറഞ്ഞു. മാനനഷ്ടത്തിന് കോടതിയെ സമീപിക്കും. SIക്കെതിരെ മാത്രം എടുത്താൽ പോരാ, മറ്റ് 2 പോലീസുകാർക്കെതിരെയും നടപടിയെടുക്കണമെന്നും ബിന്ദു പറഞ്ഞു. SIക്ക് നേരെ പോരാ, ബാക്കി 2 പോലീസുമാരുണ്ട്. അവരെ ജോലിയിൽ നിന്ന് കളയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത്രയ്ക്ക് ഞാൻ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം എന്ന് പറയുന്നതും മറ്റൊരു പോലീസും പേരറിഞ്ഞൂടാ. ഇവർ 2 പേരെയും ഒരു സ്റ്റേഷനിലും, ഈ കേരളത്തിനകത്ത് ഒരു സ്റ്റേഷനിലും ജോലി കൊടുക്കരുത്. ഇവരെ വീട്ടിലുള്ള മാല എവിടെ പോയി, അതിനെന്ത് സംഭവിച്ചു, ആരെടുത്തു എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കണം. സംശയമില്ലാതെ എനിക്ക് അവരെ മകളെ സംശയമുണ്ട്. പക്ഷേ അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എൻ്റെ ഉപജീവന മാർഗമാണ് ഇവർ എല്ലാവരും കൂടി നഷ്ടപ്പെടുത്തിയത്. അതിന് നാണക്കേടുണ്ടാക്കി, ലോകം മൊത്തവും എന്നെ കള്ളിയാക്കി ചിത്രീകരിച്ചു. അപ്പോൾ എനിക്ക് ജീവിക്കാനുള്ളത് ഇവർ തന്നെ എനിക്ക് നഷ്ടപരിഹാരം തന്നേ മതിയാവും. കോടതി സമീപിച്ച് ഞാൻ മേടിക്കും. റിനു ശ്രീധർ നൽകും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. റിനു, ഗുരുതരമായ ആരോപണം തന്നെയാണ്. തന്നെ കള്ളിയാക്കി ചിത്രീകരിച്ചു, തന്റെ ഉപജീവനം നഷ്ടമാക്കി, അതടക്കമുള്ള കാര്യങ്ങൾ. ഒപ്പം ഈ പരാതിക്കാരി ഓമന ഡാനിയലിനെതിരെ ബിന്ദു കടുത്ത വിമർശനം ഉന്നയിക്കുന്നത്, കടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുവെന്ന് തന്നെയല്ലേ? തീർച്ചയായും ശ്രുതി, കാരണം ഈ ഒരു കേസ് ബിന്ദുവിനെതിരെ പേരൂർക്കട പോലീസ് രജിസ്റ്റർ ചെയ്ത ആ സമയം മുതൽ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്, ഈ വീട്ടിൽ നിന്ന് മാല മോഷണം പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചോ എന്നുള്ളത്. അത്തരമൊരു സ്ഥിരീകരണം നടത്താതെയാണ് ഏകദേശം 1 ദിവസത്തോളം 20 മണിക്കൂറിലധികം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ ബിന്ദുവിനെ പോലീസ് ക്രൂരത കാട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് ശേഷം അത് സമൂഹം ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോൾ പുതിയൊരു ആരോപണവുമായിട്ടാണ് ബിന്ദു എത്തിയിരിക്കുന്നത്. അതായത് ഈ മാല മോഷണം പോയിട്ടുണ്ടാകാം, ഇല്ലായിരിക്കാം, പക്ഷേ അത് പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു സംശയം കൂടി ഈ ബിന്ദു പങ്കുവെക്കുന്നുണ്ട്. അതായത് ഓമന ഡാനിയലിൻ്റെ മകളെ സംശയമുണ്ട്. ആ മകളായിരിക്കാം ഈ മാല എടുത്തത് എന്നുള്ളതാണ്. അല്ലാതെ ആ വീട്ടിൽ നിന്ന് ആരും എടുക്കാൻ സാധ്യതയില്ല. ഒരു വീട്ടിൽ നിന്ന് മാല മോഷണം പോയതിനു ശേഷം ആ വീട്ടിൽ നിന്ന് തന്നെ മുറ്റത്ത് ഈ മാല കിടക്കണമെങ്കിൽ അവർ കൊണ്ടിട്ടതാകാം, അല്ലെങ്കിൽ അവർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. യഥാർത്ഥത്തിൽ മുറ്റത്ത് തന്നെയാണോ ഈ മാല കിടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കണമെന്നുള്ള പുതിയൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ബിന്ദു മുന്നോട്ട് വയ്ക്കുന്നത്. ഓമന ഡാനിയലിനെതിരെ പോലീസ് കേസെടുക്കണമെന്നുള്ള ഒരു കാര്യവും ബിന്ദു മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം നിലവിൽ SI പ്രസാദിനെതിരെ നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ തനിക്കെതിരെ തന്നെ ഏറ്റവും കൂടുതലായി മോശമായി പെരുമാറിയ പ്രസന്നൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ, മറ്റൊരു പേരറിയാത്ത പോലീസുകാരൻ, ഇവർക്ക് 2 പേർക്കെതിരെയും നടപടിയെടുക്കണം. ഇവരെ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടണം. അത്രയ്ക്ക് ക്രൂരത താൻ അനുഭവിച്ചു എന്നുള്ളതാണ് ബിന്ദു പങ്കുവയ്ക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മകൾക്കെതിരായിട്ടുള്ള ആരോപണമാണ്. അതായത് ഓമന ഡാനിയലിൻ്റെ മകൾ ഈ മാല മോഷ്ടിച്ചിരിക്കാം എന്നുള്ളൊരു സംശയം ബിന്ദുവിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് പോലീസ് കൃത്യമായി അന്വേഷിക്കണമെന്നുള്ളതാണ്. ഒപ്പം മാനനഷ്ടത്തിന് കോടതിയെ സമീപിക്കും. കാരണം അത്രയ്ക്കും മാനക്കേടുണ്ടായി. തൻ്റെ നാട്ടിലടക്കം പോലീസ് കൊണ്ടുവന്നൊരു കള്ളിയെ പോലെ തെളിവെടുപ്പ് നടത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. അത്രയ്ക്കും മാനക്കേടുണ്ടായി. 2 പെൺകുട്ടികളാണ് തനിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ തനിക്ക് മാനനഷ്ടം വേണം. മാനനഷ്ടത്തിനായി കോടതിയെ സമീപിക്കുമെന്നുമാണ് ബിന്ദു ഇപ്പോൾ പറയുന്നത്. റോഷ്നി, തീർച്ചയായിട്ടും സ്വർണ്ണമാല ആരെടുത്തെന്ന് പോലീസ് അന്വേഷിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. മാല എങ്ങനെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നും അന്വേഷിക്കണം എന്നുള്ള അടക്കം കാര്യമാണ് ഓമന ഡാനിയലിന്റെ മകളെ സംശയമുണ്ടെന്നുള്ള കാര്യമാണ് ബിന്ദു പറഞ്ഞിരിക്കുന്നത്.